കോഴിക്കോട് ആസ്റ്റമിംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രീവിദ്യയാണ്. ഓക്കെ ഡോക്ടർ, നമുക്കിപ്പോ ഇനി ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനുള്ള ചികിത്സകൾ എന്താണെന്നുള്ളത്? ഇയർ ബാലൻസ് കൊണ്ട് വരുന്ന തലകറക്കത്തിന് നമ്മൾ മരുന്നുകൾ കൊടുക്കും. പക്ഷെ അത് പലപ്പോഴും നമ്മൾ രോഗി വളരെ ഛർദിലോ അല്ലെങ്കിൽ ഓക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ വരുമ്പോൾ നമുക്കൊരു രോഗിയെ കൊണ്ടൊരു വ്യായാമം ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കണം എന്നില്ല. പിന്നെ പലപ്പോഴും പ്രായത്തിന്റേതായുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ അങ്ങനെയുള്ള പലപ്പോഴും ആ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ദിവസത്തേക്ക് ആ ബുദ്ധിമുട്ടുകളൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് തലകറക്കമായിട്ട് അനുബന്ധപ്പെട്ടുള്ള ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ വെസ്റ്റിബുലർ സെഡേറ്റീവ്സ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്ന പോലെ അത് വളരെ തുടർച്ചയായിട്ട് കഴിക്കുന്നതിൽ അതിനകത്ത് വലിയ കാര്യമില്ല. അപ്പൊ ആദ്യത്തെ ഒരു 1-2-3 ദിവസം ആ വലിയ അസ്വസ്ഥതകളൊന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ മരുന്നുകൾ നിർത്തി ഒരു 48 മണിക്കൂറെങ്കിലും ആ മരുന്നുകൾ നിർത്തിയിട്ട് നമ്മൾ രോഗിയെ വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊന്ന് കിടത്തി പൊസിഷണൽ ടെസ്റ്റിൽ ഇത് നമ്മൾ അതിന്റെ ഇത് കാണുകയാണെങ്കിൽ വ്യായാമമാണ്, അതായത് നമ്മൾ ഏത് കനാലിലാണ് ഈ പ്രശ്നമുള്ളതനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ എക്സസൈസുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വ്യായാമം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അത് ചെയ്താൽ ഇത് ഒരു മാറിപ്പോകുന്നുണ്ടോ, അതോ ഇനി എല്ലാ കാലവും അങ്ങനെ ചെയ്യേണ്ടി വരും? നമ്മൾ രോഗിക്ക് വീട്ടിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യായാമ മുറകളല്ല, നമ്മൾ വൺ ടൈം ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവിയിൽ 3 കനാൽസ് ഉണ്ട്, നമ്മൾ ആന്റീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ ഏത് കനാലിലാണ് പ്രശ്നമുണ്ടെന്ന് നമ്മൾ നോക്കിയിട്ട് അതിനു വേണ്ടിയ ആ എക്സസൈസ് അല്ലെങ്കിൽ ആ വ്യായാമ മുറ നമ്മൾ ആശുപത്രിയിൽ ഡോക്ടറിന്റെ സൂപ്പർവിഷനിലാണ് അത് ചെയ്യുന്നത്. അതൊരു വൺ ടൈം എക്സസൈസ് ആണ്, അല്ലാതെ നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതല്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് മാറുന്നുണ്ടോ? യെസ്, ഒരു മിറക്കിൾ പോലെ നമുക്ക് പലപ്പോഴും അത് രോഗി അപ്പോൾ തന്നെ ആ മിക്കവാറും അത് ചെയ്ത് കഴിയുമ്പോൾ രോഗി പറയാറുണ്ട് സുഖമായി തോന്നുന്നു. പിന്നെ പലപ്പോഴും ഒരാഴ്ചകൾ കൊണ്ട് ചെറിയ ചെറിയ അസ്വസ്ഥതകളും ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് സെറ്റിൽ ചെയ്യും. ഓക്കെ, പക്ഷെ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. പലപ്പോഴും 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ചുള്ള അജ്ഞതയുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഇത് ചെയ്യാനുള്ള പേടി. നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ ആദ്യം തലകറക്കം നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം, അത് തലകറക്കം ഉണ്ടാവും ആ ഒരു ഒഫൻഡിങ് പൊസിഷൻ നമ്മൾ കിടത്തുമ്പോൾ. അപ്പൊ അത് ചെയ്യാനുള്ള പേടി, ധൈര്യക്കുറവ്, പിന്നെ അതിനായിട്ടുള്ള ആ ഒരു രോഗിയുടെ ആ ഒരു റെസിസ്റ്റൻസ്, ഇതൊക്കെ പലപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും വളരെ സന്തോഷപൂർവ്വം സഹകരിക്കാറുണ്ട്. ആൻഡ് ഇത് ചെയ്ത് വളരെ വ്യത്യാസം കാണാറുണ്ട്. നമുക്കിതിന് തുടർച്ചയായിട്ട് ഇയർ ബാലൻസ് എന്നുള്ളൊരു അസുഖമാണെങ്കിൽ അതിന് തുടർച്ചയായി മരുന്നിന്റെ ആവശ്യവുമില്ല. ഒരു വ്യായാമം കൊണ്ട് പലപ്പോഴും അത് പൂർണ്ണമായിട്ട് തന്നെ ഭേദമാക്കാവുന്നത്. പിന്നെ വളരെ ചെറിയൊരു ശതമാനം പലപ്പോഴും നമ്മുടെ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സ്ഥിരമായിട്ട് ഇയർ ബാലൻസിന്റെ ഇത് തല കറങ്ങിക്കൊണ്ടിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ബോഡിയെ നേരെ അഡ്ജസ്റ്റ് ചെയ്ത് അത് നേരെ നിർത്താനായിട്ട് നോക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് വ്യായാമം ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഏത് കനാലാണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഒരു റിസോൾവിംഗ് എന്ന് പറയും, നമ്മൾ റിസോൾവിംഗ് പൊസിഷൻ വിട്ടേക്കോ നോർമലി അത് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ പലപ്പോഴും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. നമുക്കൊരു പക്ഷേ ഇനി പിന്നത്തെ ഒരു പ്രാവശ്യം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഒരു പ്രാവശ്യം വന്ന് ഇതുപോലെ മാറിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെയുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നുണ്ടോ ഇവർക്ക്? നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ തലകറക്കം വരില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും വർഷങ്ങളോളം ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടാറുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേക്കും. അതായത് ഇപ്പോൾ ഒരു അലാം ക്ലോക്കോ അല്ലെങ്കിൽ കോളിംഗ് ബെല്ലൊക്കെ കെട്ടി കിടന്നിക്കുന്ന ആൾക്കാർ സഡൻ ആയിട്ട് ചാടി എഴുന്നേക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഇച്ചിരി പ്രായമായവരൊക്കെ ഒരു അരമണിക്കൂറിലൊക്കെ കൂടുതൽ നിന്ന് ഒരു പ്രൊലോങ്ഡ് പൊസിഷൻ, അതായത് ഇപ്പൊ നമ്മൾ പുല്ല് പറിക്കുക അല്ലെങ്കിൽ അങ്ങനെ മുകളിലോട്ട് നോക്കി ക്ലീനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ കഴുത്ത് സ്ട്രെച്ച് ചെയ്ത്, ഈവൻ ഈ ഒരു ഡെന്റിസ്റ്റിന്റെ ചെയറിൽ പോയി ഒരു 1/4 മണിക്കൂർ ലോങ് പ്രൊസീജിയേഴ്സ് ഇരുന്നാൽ പോലും ചിലർക്ക് ഈ പൊസിഷൻ വെട്ടേക്കോ ഈവൻ അതിന്റെ റിക്കറൻസ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ സ്ട്രെസ്, സൈക്കോളജിക്കൽ സ്ട്രെസ്, ഇതെല്ലാം ഉറക്കക്കുറവ്, ഇതെല്ലാം കുറച്ച് ട്രിഗർ ചെയ്യാം ഇതിനകത്ത്. ഓക്കെ ഡോക്ടർ, എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ തലകറക്കത്തിന് എല്ലാവരും വളരെ തെറ്റായിട്ടുള്ള ഒരു തരത്തിൽ ധരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. Health Tips Malayalam of Zakaria Kasim. To join WhatsApp group, dial 917736743113.